ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഹാഷ് ബ്രൗൺ തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു പകുതി പോർഷൻ കട്ട് ചെയ്തെടുക്കാം, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തണ്ട് സ്പ്രിംഗ് ഒണിയൻ, അതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചോപ്പറിലേക്ക് 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഒക്കെ കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ, അതും ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കഴുകി സ്ക്യൂസ് ചെയ്തൊന്ന് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുക്കണം കേട്ടോ. തണുത്ത വെള്ളത്തിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത്. ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുക. കഴുകി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സ്പ്രിംഗ് ഒണിയൻ, ക്യാപ്സിക്കം, പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടെ ചോപ്പ് ചെയ്തെടുത്തത്, ഇതെല്ലാം കൂടെ ഇടാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അത് തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തു എന്ന് മാത്രം. ഇതിലേക്ക് 1 കപ്പ് ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ എടുത്തത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഉപ്പിടണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഹാഷ് ബ്രൗൺ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും സ്പൈസി ആയിട്ടുള്ള. ഇതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചീസ്, മോസറല്ല ചീസാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കണം. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇനി ഒരു പാൻ ചൂടായപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ ഇതിനെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, 2 സൈഡ് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലുള്ള പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. 2 സൈഡ് പൊരിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടു. ഇനി നമുക്കിതിലേക്ക് നിറച്ചും ഫുള്ളായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ 2 3 സെക്ഷനായിട്ട് ഇങ്ങനെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് എടുക്കാം.
അപ്പോൾ ഈസി ആൻഡ് ക്വിക്കായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.